കിടില മഴയാണ് പൂനെയില്. ഇതേ സമയത്ത് ഞാൻ അകത്ത് എന്താ പരിപാടി എന്ന് കാണിക്കാം കേട്ടോ. 2 ഗ്ലാസ് റാഗി, 2 പിടി പച്ചരി എന്ന് വെച്ചാൽ ഇഡ്ലി റൈസും, പിന്നെ എന്താണ് നമ്മുടെ മൂങ് ദാലും ഉലുവയും എല്ലാം ഒന്ന് അരച്ചെടുക്കുകയാണ്. ഇതൊരു പ്രോട്ടീൻ ദോശയാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെയായിട്ട് ഇത് ഫെർമെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഫെർമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫെർമെന്റ് ചെയ്യാം. ഞാൻ ഫെർമെന്റ് ചെയ്യാറില്ല. നമുക്കിതുപോലെ ദോശ ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമുക്കിത് ഗോതമ്പൊക്കെ ചേർത്ത് ഗോതമ്പ് പൊടി കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കാം. നമ്മുടെ ഒരു ഇമാജിനേഷൻ പോലെ അത് ചെയ്യാം. ഉപ്പൊക്കെ ഇട്ട് അരച്ചെടുത്ത മാവാണ്. ഇതിൽ ഞാൻ കുറച്ച് ഗോതമ്പ് പൊടിയും കൂടെ ചേർക്കും. അതുകൊണ്ടാണ് കുറച്ച് വെള്ളം കൺസിസ്റ്റൻസി ഇരിക്കുന്നത്. ഗോതമ്പ് പൊടി നിർബന്ധമല്ല, പക്ഷെ ഞാൻ ചേർക്കും അതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കേട്ടോ. ഗോതമ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ദോശ നോക്കാം എങ്ങനെയാവുന്ന. ദോശ ഈസ് ഗെറ്റിംഗ് റെഡി. ദിസ് പ്രോട്ടീൻ ദോശ. ഇതായിരുന്നു നമ്മുടെ പ്രോട്ടീൻ ദോശയുടെ ഒരു റെസിപ്പി എന്ന് പറയുന്നത്. വന്നേ പിന്നെ വൈകുന്നേരം ആകുമ്പോൾ എന്തെങ്കിലും ഒരു സ്നാക്ക് നിർബന്ധമാണ്. അപ്പം അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും കേട്ടോ. ഇത് ചുമ്മാതെ പൊട്ടറ്റോ ഇങ്ങനെ എണ്ണയിൽ ഫ്രൈ ചെയ്ത് ഒരിഗാനോ പൗഡർ ഉപ്പൊക്കെ ഇട്ട സാധനമാണ്. ഫിഷിനായാലും പൊട്ടറ്റോ വെച്ചിട്ടുള്ള എന്ത് സാധനം വേണമെങ്കിലും ഈ ഒരു സമയത്ത് ആ ഒരു ഈവനിങ് ടൈമിൽ കഴിക്കാനായിട്ടുള്ള ഒരു പെർമിഷൻ തന്നിട്ടുണ്ട്. അപ്പം അത് കാരണം ഡയറ്റ് നോക്കണമെന്ന് വെച്ചാൽ വെയിറ്റ് ഗെയിനിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അത് കുറേ കാലമായി നോക്കാൻ തുടങ്ങിയിട്ട്. എന്നാലും അപ്പം ഞാൻ പറ്റുന്ന പോലൊക്കെ ചെയ്യാറുണ്ട്. ഒന്നും കണ്ടിട്ട് അത്രയ്ക്ക് എങ്ങനെ വെയിറ്റ് ഗെയിൻ ഒന്നും സംഭവിച്ചിട്ടുമില്ല കേട്ടോ ഇതുവരെ. എന്നുവെച്ചാൽ അവർ പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് അങ്ങനെ അങ്ങ് ഫോളോ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ഫോളോ ചെയ്യും. അപ്പം ഇവിടെ ഈ മഴയും തണുപ്പിൻ്റെയൊക്കെ ആംബിയൻസ് ആയതുകൊണ്ടെന്ന് അറിയത്തില്ല. മറ്റേ എനിക്ക് അങ്ങനെ സ്നാക്സ് എന്നൊരു നിർബന്ധമൊന്നും ഇല്ലായിരുന്നു. വൈകിട്ട് കഴിക്കുന്ന ഒരു ശീലമേ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം ആ ഒരു ശീലമുണ്ട്. ബാൽക്കണി സെറ്റപ്പ്. അപ്പം ഇവിടെ ഇരുന്നാണ് ഞങ്ങളിങ്ങനെ റെയിനി ഈവനിങ്സ് ഒക്കെ എൻജോയ് ചെയ്യുന്നത്. So we are enjoying your evening, right, Gautam? Yes. ടേസ്റ്റ് എങ്ങനെയുണ്ട്? ഇത് ഇഷ്ടമായോ? അമ്മ എന്നും ഉണ്ടാക്കുന്ന പോലെ അല്ല ഉണ്ടാക്കി. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ഈ ഒരു ലിപ് ഷെയ്ഡ് ഉണ്ടോ? ന്യൂഡ് ലിപ് ഷെയ്ഡ്. ഇതെന്ന് വെച്ചാൽ ഓസോ ന്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള മാറ്റ് ലിപ്സ്റ്റിക് ആണ്. സൂഡിയോയിൽ മേടിച്ച കേട്ടോ. നമ്മുടെ ലിപ്പിൻ്റെ കളറുമായിട്ട് ഭയങ്കര ബ്ലെൻഡായിട്ട് നിൽക്കുന്ന ഒരു ലിപ്സ്റ്റിക് ഉപയോഗിച്ചെന്ന് പറയത്തില്ല. കുറച്ച് ഡാർക്കായിട്ടുള്ളൊരു ലിപ്സ്റ്റിക് എടുത്തേ. ഇതിങ്ങനൊരു ലിപ് ബോർഡറൊക്കെ കൊടുത്തു. ലിപ്സ്റ്റിക് എടുത്തത് ഇങ്ങനെ ഐ ഷാഡോ ഒക്കെ ആക്കിയിട്ടു. ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇത് ഞാൻ കൺമഷിയിട്ട് കണ്ണെഴുതിയില്ല. ഇതിന് മുഖത്ത് വേറെ ക്രീമോ ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ ബാക്കി വന്ന കയ്യിലുള്ള ലിപ്സ്റ്റിക് എടുത്ത് ഞാൻ ഇവിടെ രണ്ടും ഇങ്ങനെ ബ്ലഷാക്കി യൂസ് ചെയ്തു. ഫൗണ്ടേഷനോ സെറ്റിംഗ് സ്പ്രേയോ മോയിസ്ചറൈസറോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പകരം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അത് മൊത്തം ഞാൻ മറ്റൊരു കഴിച്ചു.